പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ കൂടുതൽ അറിയാൻ, സ്നേഹിക്കാൻ, കർത്താവിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി ഈശോ തന്നെ ഒരുക്കി തരുന്ന പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഈ ഒരു ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഇതൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈശോയെ കൂടുതൽ അറിയാൻ, ഈശോയെ അന്വേഷിക്കാൻ, ഈശോയുമായിട്ടൊരു ആഴത്തിൽ ബന്ധം സ്ഥാപിക്കാൻ നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. സങ്കീർത്തനം 105:3 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ഈശോയെ അന്വേഷിക്കുക, ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുക, കൂടുതൽ അറിഞ്ഞറിഞ്ഞ് ഈശോയുമായിട്ട് ബന്ധം വളർത്തിയെടുക്കുക, വിശ്വാസം വർദ്ധിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിൽ മറ്റാർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു ആഹ്ലാദം നിറയും. ലോകം മുഴുവൻ നമുക്കെതിരെ നിൽക്കുമ്പോഴും എല്ലാ ഇല്ലായ്മകളിലും എല്ലാ സങ്കടങ്ങളിലും നമ്മുടെ ഉള്ളിൽ സ്വർഗം തരുന്ന ഒരു ആഹ്ലാദം നിൽക്കും, ഒരു സന്തോഷം, ഒരു ആനന്ദം നിൽക്കും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്. 105 സങ്കീർത്തനം 3 പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഒരു ശുശ്രൂഷയിലേക്ക് അടക്കാം. ഈശോയെ, അങ്ങയുടെ വചനം കേൾക്കുന്ന, അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അങ്ങ് തരുന്ന ആ ഒരു ആനന്ദം, ആഹ്ലാദം നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഈശോയുടെ ഈ സമയം പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് തന്നത്. ഈശോയെ കണ്ടെത്തുക, ഈശോയുടെ സ്വരം കേൾക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസത്തെ നമ്മുടെ ഒരു എപ്പിസോഡിൽ ശ്രദ്ധിച്ചത്. ഈ കടൽ തീരത്ത് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ അവർ ഈശോയുടെ സ്വരം കേൾക്കുകയും ഈശോയെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈശോയുടെ സ്വരം കേൾക്കുമ്പോൾ അതനുസരിക്കുന്നു. അവരുടെ ആ ഇല്ലായ്മകളിൽ, ശൂന്യതയിൽ കർത്താവ് നിറവ്, അനുഗ്രഹം കൊടുക്കുന്നു. യോഹന്നാൻ ശ്ലീഹ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. യോഹന്നാൻ 21:7 ഇറ്റ് ഈസ് ദ ലോർഡ്, അത് കർത്താവാണ്. നമ്മളെ ഈ ഒരു ശുശ്രൂഷ സഹായിക്കുന്നത് ഈ ഒരു കാര്യത്തിലേക്കാണ്. ഈശോയാണ് ഇവിടെ ഉള്ളത് എന്ന്, ഈശോയാണ് നമ്മുടെ കർത്താവെന്ന്, ദൈവമെന്ന് ആ വിശ്വാസം പ്രഖ്യാപിക്കാൻ ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കും. നമ്മളിപ്പോൾ വായിച്ച് പ്രാർത്ഥിച്ച ആ സങ്കീർത്തനമില്ല, 105 സങ്കീർത്തനം, അതിൻ്റെ 3 വാക്യം, കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ഈശോയെക്കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? ഇപ്പം നമ്മൾ ഈശോയെക്കുറിച്ച് അറിയാൻ വേണ്ടി പുസ്തകങ്ങൾ വായിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിക്കാം. വിശുദ്ധ ബൈബിൾ, പരിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിക്കാം. ഈശോയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ, ഈശോയുടെ വചനങ്ങൾ കൊടുത്തിരിക്കുന്ന വലിയ ടീച്ചിങ്സ്, ഡോക്ടറൽ തീസിസുകൾ എല്ലാം നമുക്ക് വായിക്കാം. നമ്മുടെ ഉള്ളിലോട്ട് കിട്ടുന്ന എന്താണ്? നല്ല അറിവ് കിട്ടും, അല്ലേ? അറിവ് കിട്ടും, ഈശോയെക്കുറിച്ചുള്ള ഒത്തിരി ബോധ്യങ്ങൾ കിട്ടും. പക്ഷെ നിരന്തരം അറിവ് അന്വേഷിക്കുകയല്ല, ഈശോയെ അന്വേഷിക്കുക. ഈശോയെക്കുറിച്ചുള്ള അറിവ് കിട്ടുക എന്നുള്ളതല്ല, ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈശോയെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എവിടെയാണ്? ഒരു തിയോളജി ക്ലാസ്സിലല്ല, ഒരു അക്കാഡമിക് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഒരു ഡോക്ടറൽ തീസിസ് എഴുതാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ചെയ്യുന്നു വേറൊരു ഭാഗത്ത്. പക്ഷേ ഓരോ ദിവസവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പഠനങ്ങളിൽ, നമ്മുടെ ക്ലാസ്സുകളിൽ, ഹോസ്റ്റൽ മുറികളിൽ, പ്രത്യേകിച്ച് നമുക്ക് എതിർ സാഹചര്യങ്ങളിൽ, നമ്മുടെ ഇല്ലായ്മകളെല്ലാം ഈശോയെ അന്വേഷിക്കുക. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. സങ്കീർത്തകൻ നമ്മളോട് പറഞ്ഞിരുന്നൊരു കാര്യം, 105 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കും. എന്നുവെച്ചാൽ ഈശോയ്ക്ക് നിനക്ക് വേണ്ടി എന്തോരം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നീ അന്വേഷിച്ചറിയുക. നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ നമുക്കത് സാധിക്കും. അടുത്ത വചനം ഇങ്ങനെയാണ്, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുക. എവിടെയെങ്കിലുമൊക്കെ ഒരു ഇല്ലായ്മ വരുമ്പോൾ, ഒരു ശൂന്യത വരുമ്പോൾ, നമ്മൾ ഇങ്ങനെ വായിച്ചതുപോലെ ഈ കടൽ തീരത്ത് ഇങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ, ഈ കടലിൽ ആഴത്തിൽ വലയിറക്കിയിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ അവിടുത്തെ സാന്നിധ്യം തേടുക. ആ സാന്നിധ്യം നിന്നെ അനുഗ്രഹിക്കും. ഈശോയുടെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തും. അതാണ് ഈശോയോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഹ്ലാദമായിട്ട് മാറും. സങ്കീർത്തനം 73 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, 73 സങ്കീർത്തനം Psalm 73 അതിൻ്റെ 28 വാക്യത്തിൽ ഇങ്ങനൊരു വചനം നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 73:28, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഈശോയോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. എൻ്റെ പ്രിയപ്പെട്ടവർ മാറി നിന്നാലും, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും, എനിക്ക് എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയോട് ചേർന്ന് നിൽക്കണം, എന്ത് ചെയ്യണം? ഈശോയെ വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മളിൽ വളരണം. ഈ നമ്മുടെ ഈ ഒരു വേദനയിലും, നമ്മുടെ ഈ ഒരു ഇല്ലായ്മയിലും ഈ കടൽ തീരത്ത് നമ്മൾ കണ്ടെത്തുന്ന നിധിയാണ്, കടലിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു നിധിയാണ് ഈശോ. നമ്മുടെ വേദനകളിൽ നമ്മൾ കണ്ടെത്തേണ്ട നിധിയാണ് ഈശോ. വായിച്ചിട്ടില്ലേ, ഒരാൾ ഒരു നിധി ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. നമ്മൾ കണ്ടെത്തേണ്ട നിധിയാണ് ഈ ലോകമാകുന്ന വയലിൽ
ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു ദിവസം നമ്മൾ കണ്ടെത്തേണ്ട നിധിയാണ് ഈശോ. ആ നിധി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? കടലിലേക്ക് നോക്കിയിരിക്കുമ്പോഴല്ല, ഇല്ലായ്മകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴല്ല, ഈ കടൽ തീരത്ത് നിൽക്കുന്ന ഈശോയെ നോക്കുമ്പോഴാണ് ആ നിധി കാണുക. കടല് ആർത്തിരമ്പുമ്പോൾ ഇരമ്പി ആർത്ത് നമ്മളെ മുക്കാൻ നോക്കുന്ന കടലിനെ നോക്കുമ്പോഴല്ല, ആ കടലിന് മീതെ നടന്ന ഈശോയെ നോക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ആഹ്ലാദം നിറയുക. 5 അപ്പം നോക്കുമ്പോഴല്ല, എനിക്ക് 5 അപ്പമേ ഉള്ളൂ 2 മീനേ ഉള്ളൂ എന്ന് പറഞ്ഞ് 5 അപ്പത്തിലേക്കും 2 മീനിലേക്കും നോക്കുമ്പോഴല്ല, ഈ 5 അപ്പവും 2 മീനും 5000 പേർക്ക് വിഭജിച്ച് കൊടുക്കാൻ പറ്റുന്ന ഈശോയെ നോക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറയുക. നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത കാര്യങ്ങളില്ലേ, അടഞ്ഞുകിടക്കുന്ന വാതിലുകളുടെ മുമ്പിൽ പോയി സങ്കടപ്പെടുകയല്ല, ഞാനാണ് വാതിലെന്ന് പറയുന്ന ഈശോയെ നോക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആഹ്ലാദം നിറയുക, സന്തോഷം നിറയുക. രണ്ട് സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കും. 105 സങ്കീർത്തനത്തിൽ വായിച്ച പോലെ അവിടുത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, ആഹ്ലാദം വരും. ഈ ഇല്ലായ്മകളിലേക്ക് ഒന്നും നോക്കിയിരിക്കുകയല്ല, വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. അതിനുവേണ്ടി ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ എന്താ ചിന്തിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, സോ വൈ ഡു ഐ ബിലീവ്? ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു വിഷയമാണ്. ഞാൻ എന്തിന് ഈശോയെ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ വിശ്വസിച്ചിട്ട് ഞാൻ എന്തിന് ഈശോയെ പ്രഖ്യാപിക്കണം? എളുപ്പമുള്ള ഒരു കാര്യമാണോ? അല്ല. ഇപ്പം അച്ഛനിപ്പോൾ ഇതേ ഒരു ടോക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്നു, ഞാനിപ്പോൾ ഈശോയെ കുറിച്ച് പറഞ്ഞു തരുന്നു. ഒരുപക്ഷെ ഒരു ക്യാമറയുടെ മുമ്പിലിരുന്ന്, ഒരു സ്റ്റുഡിയോയിലിരുന്ന്, ഇല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി ഒരുപക്ഷെ ഒരു കൺവെൻഷൻ പന്തലിൽ വെച്ചായിരിക്കാം, ഒരു മൈക്ക് മുമ്പിൽ പിടിച്ചുകൊണ്ടായിരിക്കാം ഈശോയിൽ എനിക്ക് എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാം, പ്രഘോഷിക്കാം, നിങ്ങളോടത് പഠിപ്പിച്ചു തരാം. നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ അച്ഛൻ ഇത് പറയുന്നത് പോലെ ഒരു വൈദികൻ ഒരു സുവിശേഷ പ്രഘോഷക പറയുന്നു എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ ഒരു ഡെയിലി ലൈഫ് ഓൺ എ ഡെയിലി ബേസിസ് ഈശോയിലുള്ള വിശ്വാസം ഞാൻ എന്തിനാണ് പ്രഖ്യാപിക്കുന്നത്, ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു വിഷയം. നമ്മളത് ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന എപ്പിസോഡുകളിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. ഏറ്റവും ബേസായിട്ട് അറിയണം എന്നല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം, ഞാൻ എന്തിനാണ് ഈശോയിലുള്ള ഒരു വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത്, ഈശോയിൽ വിശ്വാസം പ്രഖ്യാപിക്കുന്ന വഴി എന്താണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം ഈശോയുടെ ഈശോ സ്വയം താഴ്ത്തുന്ന, സ്വർഗത്തിലായിരുന്നവൻ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മലൊരുവനായി തീർന്നതിനെ കുറിച്ച് ആ ഒരു വായനയാണ് നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ള 2-ാമത്തെ അധ്യായം, അതിൻ്റെ 10-11 വാക്യം അറിയാവുന്ന വചനമാണ്, ശ്രദ്ധിച്ചത് കേൾക്കുക. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മുട്ടുകളും, സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനുമാണ്. അപ്പൊ ഈശോ എന്തിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു? ഈശോ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റോ. നമ്മുടെ ഫെയ്ത്തിന്റെ, നമ്മുടെ ക്രീഡിന്റെ, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും കോറായിട്ട് നിൽക്കുന്ന, ഏറ്റവും അടിസ്ഥാന ഫൗണ്ടേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈശോ ഇങ്ങോട്ട് ഇറങ്ങി വന്നു, നമ്മെപ്പോലെ ഒരുവനായി നമ്മെ ഉയർത്താൻ വേണ്ടി അവൻ ആ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മൾ വായിക്കുന്നതാണ്. പൗലോസിലെ വളരെ തിയോളജിക്കലായിട്ട് കാര്യം പറഞ്ഞു തരികയാണ്. ഇത് ഈശോയുടെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അത് എന്തിനാ ഈശോ ഉയർത്തത്, ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നത് വെച്ചാൽ, ഏറ്റവും ബേസായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്, വി സറണ്ടർ ടു ഹിം. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രഖ്യാപനമാണ് ഐ സറണ്ടർ. ഞാൻ ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നു. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നു, ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം, എൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ അത് തകർന്ന് തരിപ്പണായിട്ട് കിടക്കായിരിക്കാം. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. നിങ്ങളുടെ ജീവിത സാഹചര്യം ഓരോ ദിവസവും എന്തോ ഒരു സ്ട്രഗിളിലൂടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകണേ. നമ്മുടെ കുടുംബം, നമ്മുടെ ശുശ്രൂഷ, മിനിസ്ട്രികൾ, ബാക്കി കാര്യങ്ങൾ, പഠിത്തം, ഒത്തിരി അധികം സ്ട്രഗിൾസിലൂടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശരീരം ക്ഷയിച്ചു പോകുന്ന രീതിയിലുള്ള വേദനകൾ ഉണ്ടാവാറുണ്ട്. ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ പാപ സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യം, ഈശോയെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയിൽ ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, ഐ സറണ്ടർ. എൻ്റെ ഈ അവസ്ഥയെ മുഴുവൻ ഞാൻ നിന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഫേസ്, ഒരു മാനം, ഒരു ആംഗിൾ. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ? ചിലപ്പോൾ ഇന്ന് ശ്വാസം മുട്ടിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. ഒരു അല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇന്ന് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്നേ. ഇന്ന് ഈ വചനം എടുത്തൊക്കെ വായിക്കുകയും ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യും, ഈ TV ഓപ്പൺ ചെയ്യുകയോ ഈ ചാനൽ ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കർത്താവെ, എനിക്കൊന്ന് ആശ്വാസത്തിന് വേണ്ടി ഒരു വചനം എന്താ? ഈശോ തരുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്താണ്? ബിലീവ് മീ. ഈശോയെ വിശ്വസിക്കുക എന്ന് ഈശോ നിങ്ങളോട് പറയാണ്. ഈശോയിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഈശോയുടെ മക്കൾ എന്ത് ചെയ്യണം? ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? യു സറണ്ടർ ടു ഹിം. ഇത് കടന്നുപോയത് എന്തും ആവട്ടെ, ഇപ്പം ഈ ശുശ്രൂഷ ഇപ്പം ഇവിടെ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാം നമുക്ക്. എൻ്റെ ഈശോയുടെ അടുത്ത് പറ, ഈശോ എൻ്റെ അവസ്ഥ ഇതാണ്, ഞാനിത് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇതിനൊരു ഉത്തരം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ പരാതിപ്പെടുകയല്ല, ഇതൊക്കെ എനിക്ക് നിന്റെ മുമ്പിൽ ഇറക്കി വെക്കാം ഈശോയെ.
ബട്ട് ഐ സറണ്ടർ. ഞാനിത് നിന്റെ മുമ്പിൽ സമർപ്പിക്കണം. നമ്മൾ പണ്ട് പോലെ പാടി പ്രാർത്ഥിച്ച ആ ഒരു പാട്ടൊക്കെ ഇല്ലേ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു മോദമോടെ ഞാനിത് എൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ കൺമുമ്പിൽ എൻ്റെ ഈശോയെ കാണുന്നില്ലെങ്കിലും ഐ ബിലീവ്, ഞാൻ വിശ്വസിച്ചുകൊണ്ട് എല്ലാം ഞാൻ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഈശോയെ വിശ്വസിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നതാണ്, ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം ഞാൻ എല്ലാം സമർപ്പിക്കുകയാണ്. നിങ്ങളത് സമർപ്പിക്കാൻ ഒരിടമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആശ്വാസം തുടങ്ങിയില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസവും ആശ്വാസമൊക്കെ ഒരുമിച്ച് പോകും. നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിലൊക്കെ ഈശോ ഇങ്ങനെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ? നിങ്ങൾ അധ്വാനിക്കുന്നു, നിങ്ങൾ ഭാരം വഹിക്കുന്നു, വാ എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം നിങ്ങൾ ഈശോയിൽ ആശ്വാസം കണ്ടെത്തണമെങ്കിൽ, നിങ്ങൾ ഈശോയുടെ മുമ്പിൽ പോയി ഇത് സറണ്ടർ ചെയ്യണമെങ്കിൽ, ഈ ഭാരം, ഈ നുകം നിങ്ങൾ ഈശോയിൽ ഇറക്കി വെക്കണമെങ്കിൽ ഫസ്റ്റ് തിങ് യു ഷുഡ് ബിലീവ്. നിങ്ങൾ ഈശോയിൽ വിശ്വസിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. സോ ഞാൻ എന്തിന് വിശ്വസിക്കണം, വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഉത്തരം, എനിക്ക് സറണ്ടർ ചെയ്യാൻ, എനിക്കെല്ലാം ഇറക്കി വയ്ക്കാൻ ഒരാളെ ഞാൻ കണ്ടെത്തുന്നു. മറ്റാരുമല്ല, ഈശോ. മറ്റാർക്കും എൻ്റെ നുകം ഏറ്റെടുക്കാൻ പറ്റില്ല. മറ്റാർക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സങ്കടം വന്ന സമയത്ത് ഒരു പാട്ട് കേട്ടു, ആശ്വാസം തോന്നുമായിരിക്കും. ആ പാട്ട് കഴിയുമ്പോൾ വീണ്ടും ശ്വാസം മുട്ടും. ചിലപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു യാത്ര പോകും, ഒരു കൂട്ടുകാരിയെ കാണാൻ വേണ്ടി പോകും. തിരിച്ചു വീണ്ടും വരണ്ടേ ഈ സ്ഥലത്തേക്ക്, ഈ മുറിയിലേക്ക് തിരിച്ചു വരണ്ടേ? അതേ സാഹചര്യത്തിലല്ലേ നീ വീണ്ടും ഫേസ് ചെയ്യണ്ടേ? ആശ്വാസം കിട്ടുകയാണോ? നിലനിൽക്കുന്ന ഒരു ആശ്വാസം നിനക്ക് അവിടെ ഉണ്ടോ? ഇനി കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് ചിക്കിച്ചകഞ്ഞ് വേദനകളെ ട്രിഗർ ചെയ്ത് പൊക്കിക്കൊണ്ട് വരണ്ട. എവിടെയെങ്കിലുമൊക്കെ ഒരു ആശ്വാസത്തിന്, ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോയി നിങ്ങളുടെ ഹൃദയം തുറന്ന ഇടങ്ങൾ ഒരു പക്ഷേ അല്പനേരത്തേക്ക് ഒരു ആശ്വാസം തന്ന് പിന്നീട് ഒരിക്കലും ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ തന്ന അനുഭവങ്ങളുള്ള മനുഷ്യരില്ലേ? വിശ്വാസത്തോടെ നമ്മൾ നമ്മുടെ ഹൃദയം തുറന്ന് പറഞ്ഞ ചില രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടായി മാറി നമ്മുടെ തല കുനിക്കേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? ഫോർ എ മൊമെന്റ് യു ബിലീവ്ഡ് ഹിം ഓർ ഹെർ. കുറച്ച് സമയത്തേക്ക് ആ വ്യക്തിയെ നീ വിശ്വസിച്ചിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെയല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ചങ്ക് തുറന്ന് പറയാൻ പറ്റിയപ്പോൾ ആ വ്യക്തിയിലൂടെ ഈശോ തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പല മനുഷ്യരും സങ്കടങ്ങൾ ചങ്കുപൊട്ടി നിലവിളിച്ച് പറയുന്ന കണ്ടിട്ടുണ്ട്, ഞാൻ അത്രയും വിശ്വസിച്ച ഒരാളാണ് എന്നെ പറ്റിച്ചത്. എൻ്റെ ജീവിത രഹസ്യം ഒരു കുമ്പസാരക്കൂട് പോലെ ഞാൻ ഇറക്കി വെച്ച ഇടങ്ങളിലാണ് എനിക്ക് ശ്വാസം മുട്ടലുകൾ വന്നിട്ടുള്ളത്. ആ വ്യക്തിയോട് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ദീർഘനിശ്വാസങ്ങൾ മാത്രമാണ് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത്. ശ്വാസം കിട്ടാതെ ഞാൻ പെടഞ്ഞിട്ടുണ്ടെന്ന് മനുഷ്യർ പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? നമ്മൾ വിശ്വസിച്ചു പോയി ചിലപ്പോൾ ചില സാഹചര്യങ്ങളെ, മനുഷ്യരെയൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിൽ ആദ്യം വിശ്വസിച്ചാൽ നീ ആരെ വിശ്വസിക്കണമെന്ന് പോലും ഈശോ പറഞ്ഞു തരും. ഈശോയിൽ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാനുള്ളവരെ ഈശോ കൊണ്ടുത്തരും. അതിലൊരു സംശയം വേണ്ട. അധ്വാനിക്കുന്ന, ഭാരം വഹിക്കുന്ന നിങ്ങൾ ആദ്യം പോവേണ്ടത് അവിടുത്തെ സന്നിധിയിലേക്കാണ്. സങ്കീർത്തനം 105:4 നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുക. അവിടുത്തെ സാന്നിധ്യം തേടണമെങ്കിൽ യു ഷുഡ് ബിലീവ്, വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ആശ്വാസം വരും. മറ്റാരിലുമല്ല, മറ്റൊന്നിലുമല്ല, ഈശോയിൽ വിശ്വസിക്കുക. ആൻഡ് അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞ പോലെ ഐ സറണ്ടർ. പൗലോസ്ലീഹ പറഞ്ഞ പോലെ സകലവരും മുട്ടുമടക്കണം, സകല മുട്ടും മടങ്ങണം. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം നടത്തുന്നതിനെയാണ് ഫെയ്ത്ത്, ക്രീഡ്, ഐ ബിലീവ് എന്ന് പറയുന്നത്. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഐ സറണ്ടർ എവരിത്തിങ്. ഞാനെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കണം. ആ വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗം ഇങ്ങനെ നോക്കി 11-ാം വാക്യം, ഫിലിപ്പി 2:11, യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയണം. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതം ഞാൻ സറണ്ടർ ചെയ്യുക എന്ന് മാത്രമല്ല, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നത് കണ്ട് നിങ്ങൾ ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കാതിരിക്കാം, ഒരു അബ്സലൂട്ട് സീറോ ലെവലിൽ നിൽക്കാതിരിക്കാം, പഞ്ചറായിട്ട് നിൽക്കാതിരിക്കാം. നമ്മളിങ്ങനെ ഒരു സാധാ സംസാരത്തിൽ സാധാ വാക്കുകൾ ഉപയോഗിച്ച് പറയുമ്പോൾ കീറിപ്പറിഞ്ഞ് നിൽക്കാതിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പിടിച്ചു നിൽക്കാൻ ഒരു 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 വഴി പോലും ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നത് കണ്ടാൽ, നാളെ തകരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ഇപ്പം പൊട്ടുമെന്ന് തോന്നുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ നിങ്ങളെ നോക്കും. നിങ്ങൾ ഈശോയിൽ അർപ്പിച്ചൊരു വിശ്വാസം നോക്കും. അതുവഴി നിങ്ങളൊരു സുവിശേഷ പ്രഘോഷകയായി മാറുകയാണ്. മൈക്ക് പിടിച്ചിട്ടല്ല, നിങ്ങളുടെ ജീവിതം കൺമുമ്പിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈശോയിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വീണുപോയ അവസ്ഥയിൽ നിങ്ങൾ ഈശോയെ മുറുകെ പിടിക്കുന്നത് കണ്ട് അവിടെ നിന്ന് ഈശോ നിങ്ങളെ ആശ്വസിപ്പിച്ച് നുകമേറ്റെടുത്ത് നിങ്ങളെ പൊക്കിയെടുക്കുന്നത് കണ്ടെങ്കിൽ അത് മറ്റൊരു വ്യക്തിക്ക്, അയാൾ ഒരു ക്രിസ്ത്യാനി ആവണമെന്ന് പോലുമില്ല, ഒരു വിശ്വാസ ജീവിതം ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളാവണമെന്നില്ല, അയാൾ ചിലപ്പോൾ അവിശ്വാസങ്ങളിൽ പെട്ടുപോയ ആളായിരിക്കാം, അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളായിരിക്കാം, ഒരുപക്ഷെ ദൈവവിശ്വാസം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാളായിരിക്കാം.
അതിനെക്കുറിച്ചൊന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തെ അറിവില്ലാത്ത ഒരാളായിരിക്കാം. ഒരു ധ്യാന പ്രസംഗങ്ങൾ കേൾക്കാനോ ഒരു ധ്യാനം കൂടാനോ പറ്റുന്ന സാഹചര്യമുള്ള ഒരാളായിരിക്കില്ല. പക്ഷെ അയാൾ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഈശോയുടെ മുമ്പിൽ അയാളുടെ ജീവിതം സറണ്ടർ ചെയ്താൽ, ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ വിശ്വസിക്കുന്നേ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അവൻ്റെ ജീവിത സാഹചര്യത്തിൽ തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ വിശ്വസിച്ച ആ ഈശോയെ, അവളെ ആശ്വസിപ്പിച്ച ആ ഈശോയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഈ കൂട്ടുകാരുടെ ജീവിതം കണ്ട് അവർ കയറി വന്നത് കണ്ട് ഞാനും വിശ്വസിക്കുന്നേൻ എന്നൊരാൾ പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യു ആർ ബിക്കമിങ് ദ ഫിഫ്ത്ത് ഗോസ്പൽ. നിങ്ങളൊരു 5ാമത്തെ സുവിശേഷമായിട്ട് മാറുകയാണ്. 4 സുവിശേഷങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ, 4 സുവിശേഷങ്ങളെ കണ്ടിട്ടില്ലാത്തവർ, വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്തവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശോയെ നിങ്ങൾ മുറുകെ പിടിക്കുന്നത് കണ്ടെങ്കിൽ, അത് അവർക്കൊരാശ്വാസമായെങ്കിൽ, അവരതുവഴി ഈശോയിലേക്ക് വന്നെങ്കിൽ, നിങ്ങൾ 5ാമത്തെ സുവിശേഷം, ഒരു സുവിശേഷമായിട്ട് നിങ്ങളും ഞാനും ഒക്കെ മാറും. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ വചനഭാഗം അതാ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച്, നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക. നിങ്ങൾ സമർപ്പിക്കണം, ഈശോയുടെ മുമ്പിൽ എല്ലാം സറണ്ടർ ചെയ്യണം. നിങ്ങൾ സറണ്ടർ ചെയ്ത് കണ്ട്, നിങ്ങൾ എഴുന്നേക്കുന്നത് കണ്ട് കുറേ ആളുകളെങ്കിലും എഴുന്നേക്കണം. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ സറണ്ടർ ചെയ്യുന്നു. സറണ്ടർ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊടുത്തേക്കാണ്. എനിക്ക് ഈ വേദനയിൽ നിന്ന് കയറി വരാനുള്ള ഏറ്റവും നല്ല വഴി അതാണ്. ഞാൻ ഈശോയ്ക്ക് ഇത് വിട്ടുകൊടുക്കുക. എൻ്റെ ദുഃഖം ഭാരമേറിയതാണെങ്കിലും, ഈ ഭാരം എന്നെ തളർത്തി കളയുന്നുണ്ടെങ്കിലും, ഈ തളർച്ചകൾ എന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും, ഈ പിന്നോട്ട് വലിക്കുന്ന എന്നെ കുഴിയിലേക്ക് ഇടുന്നുണ്ടെങ്കിലും, ഈ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ ഈ പടുകുഴിയിൽ വെച്ച് ഞാൻ കണ്ടെത്തുകയാണ്. കുഴിയിലേക്ക് നോക്കിയിരുന്നിട്ടല്ല, മുകളിലേക്ക് നോക്കിയിരുന്നിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് സകലരും മുട്ടുമടക്കും ഈശോയുടെ മുമ്പിൽ. ആ മടക്കുന്ന മുട്ടുകളെല്ലാം ഏറ്റുപറയും ഈശോ മാത്രമാണ് കർത്താവാണെന്ന്. നിങ്ങൾക്കൊരു വലിയ സുവിശേഷകനാകാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ വഴി എന്താണെന്നറിയോ? ഈ വേദനകളാണ്. ഈ ഇല്ലായ്മയുടെ കടൽ തീരങ്ങളാണ്. ആ കടൽ തീരങ്ങളിൽ വെച്ച് നിങ്ങൾ ഈശോയെ പ്രഖ്യാപിക്കുന്നതാണ്. ആ നിധി നിങ്ങൾ കണ്ടെത്തിയെന്ന് ഈശോയോട് പറയുന്നതാണ്. അത് ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ വാഴ്ത്തി പാടുന്നതാണ് സുവിശേഷത്തിന്റെ ഒരു മാനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് നമുക്ക് സാധിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 9ാമത്തെ വാക്യം, ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം ഇതാണെന്നൊക്കെ പറഞ്ഞ പൗലോസിലെ പറയുന്ന ഒരു കാര്യമാണ്. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷയെക്കുറിച്ചുള്ള പൗലോസ്ലീഹയുടെ ബ്യൂട്ടിഫുള്ളായ തിയോളജി സ്റ്റേറ്റ്മെന്റുകളിൽ വചനങ്ങളിലൊന്നാണത്. നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുക. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് മാത്രമല്ല, ഈശോ ഇവിടെ ഉണ്ട് എന്നുള്ളത് പ്രഖ്യാപിക്കുക. വലിയ തിയോളജി സിംപോസിയങ്ങൾ നടത്തിയിട്ടല്ല, വലിയ സെമിനാറുകൾ നടത്തിയിട്ടല്ല. ഇപ്പോൾ ഈ ജീവിത സാഹചര്യത്തിൽ ക്യാൻ യു പ്രൊക്ലെയിം? 9ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടെ, യേശു കർത്താവാണ്. ഹീസ് ദ ലോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യോഹന്നാൻ 21:7 കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ കടലിലേക്ക് നോക്കിയിരുന്നല്ല യോഹന്നാൻ അത് പറഞ്ഞത്. ഈ കീറിപ്പോകാൻ സാധ്യതയുള്ള വലയിലേക്ക് നോക്കി, കാലിയായ വള്ളത്തിലേക്ക് നോക്കിയിട്ടല്ല, ഈ കടൽ തീരത്തേക്ക് നോക്കി ആ കടലിന്റെ തീരത്ത് നിൽക്കുന്ന ഈശോയെ കണ്ടെത്തിയിട്ട് യോഹന്നാൻ പ്രഖ്യാപിച്ചു, ഇറ്റ് ഈസ് ദ ലോർഡ്. അത് കർത്താവാണ്. പൗലോസിലെ മറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് നമ്മളോട് ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞുതരാണ്, യേശു കർത്താവാണെന്ന്. പ്രൊക്ലെയിം ദാറ്റ് ഹി ഈസ് ദ ലോർഡ്. ബിലീവ്. നീ വിശ്വസിക്കുക, ഇത് നിനക്ക് രക്ഷ നൽകും. ഈശോ ജനിച്ചു, ജീവിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഹീസ് ഹിയർ. ഇത് കർത്താവാണ്. എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യും. ദാറ്റ് വിൽ ഗിവ് യു സാൽവേഷൻ. അത് നിന്നെ രക്ഷിക്കും. നിത്യരക്ഷയെക്കുറിച്ചുള്ള വലിയ ടീച്ചിങ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ, വരുന്ന എപ്പിസോഡുകളിലൊക്കെ അതിനെക്കുറിച്ച് പതുക്കെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതനുസരിച്ച് പഠിക്കാം. ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കുക, നീ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു വഴി, എല്ലാ കഴിവും കെട്ടു നിൽക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുന്ന സമയത്ത്, പട്ടുകുഴിയുടെ ആഴങ്ങളിലേക്ക് വീണ്ടും നിപതിക്കുമ്പോൾ, കാലെടുത്ത് വെക്കുന്നതൊക്കെ വഴുതി വീണ്ടും കിഴക്കാൻ തുക്കായി പാറക്കെട്ടിലൂടെ നൂർന്നിറങ്ങി ഉരുണ്ട് പെടഞ്ഞ് കീറി മുറിയുമ്പോൾ, യു ഷുഡ് പ്രൊക്ലെയിം, യേശു കർത്താവാണ്. ഇറ്റ് ഈസ് ദ ലോർഡ്. അത് കർത്താവാണെന്ന് പ്രഖ്യാപിക്കും, നീ രക്ഷ പ്രാപിക്കും. പൗലോസ്ലീഹയുടെ തിയോളജിയോട് ചേർത്ത് ആണ് നമ്മൾ ഈ ഫിലിപ്പി 2:10-11 നമ്മൾ വായിച്ചത്. ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഈശോ കർത്താവാണ്. എനിക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളല്ല, എൻ്റെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് പോകുന്ന സമയങ്ങളല്ല. ഇൻ മൈ 0 ലെവൽ, ഞാൻ ഏറ്റവും അധപതിച്ച് കുഴി കിടക്കുന്ന സമയത്തും ഞാൻ പ്രൊക്ലെയിം ചെയ്യുകയാണ്, ഈശോയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, എല്ലാത്തിൻ്റെ മേലുള്ള കെട്ടുകൾ സാത്താൻ കൊണ്ടുവച്ചതായിരിക്കാം. മനുഷ്യർ നമുക്കെതിരെ ചെയ്തതായിരിക്കാം. നമ്മുടെ തന്നെ അബദ്ധങ്ങൾ കാരണം വന്ന കടുങ്കെട്ടുകളായിരിക്കാം. ഈ കെട്ടുകൾ അഴിയാൻ, ഈ ബന്ധനങ്ങൾ അഴിയാൻ മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. രക്ഷയ്ക്കായി നമുക്ക് മറ്റൊരു നാമം നൽകിയിട്ടില്ല. വിശ്വസിക്കാൻ മറ്റൊരാൾ നമുക്കില്ല. ഈശോ മാത്രം, ഏക കർത്താവ്, ഏക രക്ഷകൻ. അവനിൽ വിശ്വസിക്കുന്നത് നമുക്ക് രക്ഷ നൽകും. മറ്റൊരു വചനഭാഗം കൂടെ നമുക്ക് എടുക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം, നമ്മൾ 2-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളാണ് വായിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായി മാറണമെന്ന് പൗലോസ്ലീഹ പറഞ്ഞു തരിക, ഈശോയിൽ വിശ്വസിക്കുക.
ഈശോയുള്ള വിശ്വാസം ഏറ്റു പറയുക. വിശ്വാസം ഏറ്റു പറയുമ്പോൾ ഈശോയായിട്ടുള്ള ബന്ധം വളരും. ബന്ധം വളരുന്നതിനെ പൗലോസ്ലീഹ സുന്ദരമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഞാൻ അവനിൽ ഒന്നായിത്തീരുന്നു. ഐ ബിക്കം വൺ വിത്ത് ഹിം. എന്തൊരു സുന്ദരമായൊരു തിയോളജി, എന്തൊരു സുന്ദരമായൊരു ആത്മീയതയാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ എൻ്റെ ബന്ധം വളരുന്നു. ബന്ധം വളരുന്ന വെച്ചാൽ ഞങ്ങൾ രണ്ടും കൂട്ടായി എന്നുള്ളൊരു ബന്ധമല്ല, ഞങ്ങൾ രണ്ടും റിലേഷനായി എന്നുള്ളതല്ല. മാനുഷികമായിട്ട് ഇതൊക്കെ സംഭവിക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിശ്വസിക്കുന്നു, ഞങ്ങൾ തമ്മിലൊരു ബന്ധമായി ഇല്ല. പൗലോസ്ലീഹ അതിന് മുകളിലോട്ടൊരു ലെവല്, ഒരു റിയൽ റിലേഷൻഷിപ്പ്, ഒരു റിയൽ സ്പിരിച്വാലിറ്റി, ശരിക്കുള്ള ആത്മീയത എന്താണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു തരികയാണ്. ഞാൻ അവനിൽ ഒന്നായിത്തീരുക. വി ബിക്കം വൺ. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത. പൗലോസ്ലീഹ റോമക്കാർക്ക് ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ എഴുതുന്ന പോലെ, ഇനി എന്നാ തന്നെ വന്നാലും, ആഴങ്ങൾക്കോ ഉയരങ്ങൾക്കോ കഴിഞ്ഞ കാലങ്ങൾക്കോ വരുംകാലത്തിനോ ശക്തികൾക്കോ ദൂതന്മാർക്കോ, ഇനി അതല്ല സഹനങ്ങൾക്കോ വേദനകൾക്കോ ഒന്നും ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഒന്നായി തീർന്നിരിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ, നമ്മൾ പഠിക്കുന്ന മതബോധനങ്ങളുടെ, നമ്മൾ വായിക്കുന്ന വചനങ്ങളുടെ, നമ്മൾ കൂടുന്ന ധ്യാനങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കുറച്ച് കാര്യങ്ങൾ സാധിച്ചു കിട്ടാനാണോ? ഞാനൊരു വചനം വായിച്ചു, ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം വായിച്ചാൽ എനിക്ക് എൻ്റെ രോഗം മാറും, ഈ വചനം വായിച്ചാൽ എനിക്ക് ജോലി കിട്ടും. ഇതാണോ വിശ്വാസം? അതിനാണോ ഈശോ കഷ്ടപ്പെട്ടത്? അതിനാണോ ഈശോ പീഡ സഹിച്ചത്? അതിനാണോ ഈ സുവിശേഷകരും ഈ അപ്പസ്തോലന്മാരും വിശ്വാസം പ്രഖ്യാപിച്ചത്? നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞതിനാണോ? നിന്റെ രോഗം മാറാൻ വേണ്ടി ഇത് വിശ്വസിക്കുക, നിനക്ക് ജോലി കിട്ടാൻ, നിനക്ക് കുഞ്ഞുണ്ടാവാൻ. ഇതൊക്കെ ഈശോയ്ക്ക് എന്തൊരു വളരെ വളരെ ഈസി ആയിട്ട് അനുഗ്രഹത്തോടെ ചെയ്തു തരാൻ പറ്റുന്നതാണ്. നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലേ? പക്ഷെ ഏറ്റവും വലിയ ലക്ഷ്യം, നമ്മുടെ ആത്മീയതയുടെയും നമ്മുടെ മതബോധനത്തിൻ്റെയും എല്ലാം ലക്ഷ്യം എന്താണ്? ഞാൻ ഈശോയിൽ ഒന്നായിത്തീരുക. പൗലോസ്ലീഹ പറയാണ്, നിങ്ങളൊരു യഥാർത്ഥ ആത്മീയതയിലേക്ക് വരണം, യഥാർത്ഥ ഒരു ബന്ധത്തിലേക്ക് വളരണം. ബന്ധം വളരുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ രണ്ടും കൂട്ടാണെന്ന് പറയുന്നതല്ല, ഞങ്ങൾ രണ്ടും ഒന്നാണ്. ഞാൻ ഈശോയിൽ ഒന്നാണ്. 3-ാമത്തെ അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ പൗലോസ്ലീഹയുടെ ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള ഒരു എഴുത്താണ്. ആത്മകഥാംശപരമായിട്ട് ഭയങ്കര തൻ്റെ ജീവിതത്തെക്കുറിച്ച് നേടിയെടുത്തതും ഒഴിവാക്കിയതിനെ കുറിച്ചൊക്കെ പൗലോസ്ലീഹ പറയാണ്. 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഞാൻ ഈ നേടിയെടുത്തതൊന്നും അല്ല, എൻ്റെ അറിവോ എൻ്റെ ചിലപ്പോൾ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള എൻ്റെ കപ്പാസിറ്റിയോ എൻ്റെ ഓർഗനൈസിങ് എബിലിറ്റികളോ എനിക്ക് എന്നിൽ തന്നെയുള്ള വിശ്വാസങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം പോട്ടെ, എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആര്? ഈശോയെ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക, ഇവയെല്ലാം ഞാൻ നഷ്ടമായിട്ട് കണക്കാക്കാണ്. കാരണം എല്ലാം നേടിക്കഴിഞ്ഞു, പക്ഷെ എനിക്ക് ഈശോയെ കിട്ടിയില്ലെങ്കിൽ, ഈശോയുമായിട്ട് ബന്ധത്തിലല്ലെങ്കിൽ, ഞാൻ ഈശോയിൽ ഒന്നായി തീർന്നില്ലെങ്കിൽ ബാക്കിയെല്ലാം എനിക്ക് നഷ്ടമാണ്. 8-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, ഉൾക്കാഴ്ച, അതേറ്റവും വിലപ്പെട്ടതാകിയാൽ ബാക്കിയെല്ലാം വേണമെങ്കിൽ പോയാലും കുഴപ്പമില്ല. വചനം ശ്രദ്ധിക്കുക, ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. എന്ന് വെച്ചാൽ നിധി കണ്ടെത്തിയവൻ ബാക്കിയെല്ലാം വിൽക്കുന്നു. നമ്മൾ വിചാരിക്കും എന്തൊരു മണ്ടനാണെന്ന് വിചാരിക്കും, എന്തൊരു മണ്ടിയാണെന്ന് വിചാരിക്കും. പക്ഷെ നിധി കണ്ടെത്തിയവന്, നിധിയുടെ മൂല്യം തിരിച്ചറിഞ്ഞവന് ചിലപ്പോൾ ബാക്കിയെല്ലാം വിറ്റ് കളയാം. അവൻ ഈ വയൽ മാത്രം മതി, ആ വയലിനുള്ളിൽ അവൻ കണ്ടെത്തിയ നിധി മാത്രം മതി. ഈശോയെക്കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിധി കണ്ടെത്തും. നമുക്ക് ലക്ഷ്യം വെക്കണം. അത് ഒരു അറിവിന് വേണ്ടിയല്ല, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല, ഞാനിത് മുഴുവൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരുപക്ഷെ നമുക്ക് ബൈബിൾ പകർത്തി എഴുതാം, നമ്മൾ ബൈബിൾ മുഴുവനായിട്ട് വായിക്കാം, എനിക്കിതെല്ലാം കിട്ടി എന്ന് പറയാനല്ല. നമുക്ക് ആരെ കിട്ടണം? ഒരു ബന്ധം വളരണം, ഈശോയെ അറിയണം, ഈശോയിലേക്കുള്ള ബന്ധം വളരണം, ഈശോയെ അങ്ങ് മുറുകെ പിടിക്കാൻ പറ്റണം. മറ്റെന്തും പോയാലും എനിക്ക് എൻ്റെ ഈശോയെ പോവരുത്. വല ഇനിയും ശൂന്യമാകും, വള്ളം ചിലപ്പോൾ ഇനിയും ആടി വലയും, ഇനിയും ചിലപ്പോൾ തിരമാലകൾ ഈ ജീവിതത്തിലേക്ക് അടിച്ചു കയറും. കൺമുമ്പിൽ പർവ്വതങ്ങൾ ഒന്നിനു മുമ്പേ ഒന്നാകെ ഇങ്ങനെ കയറി വരും. ഒരു പർവ്വതം ഇറങ്ങിക്കഴിഞ്ഞ് ആശ്വസിക്കുന്ന സമയത്ത് മറ്റൊരു പർവ്വതം കൺമുമ്പിൽ ഒരു കൊടുമുടിയായിട്ട് തെളിഞ്ഞു നിൽക്കും. ഈ തിരമാലകൾ ചിലപ്പോൾ അടങ്ങത്തില്ല, ഒടുങ്ങത്തില്ല, വീണ്ടും വീണ്ടും നമ്മളെ ഒതുക്കാൻ വീണ്ടും ഇത് ആഞ്ഞടിച്ചേക്കാം തീരത്തേക്ക്. വെറുതെ ഒരു ആശ്വാസത്തിന് വേണ്ടി തീരത്ത് പോയി നിൽക്കുന്ന നമ്മളെപ്പോലും വകഞ്ഞ് തൂരക്കളയുന്ന രീതിയിൽ തിരമാലകൾ ആഞ്ഞടിച്ചേക്കാം. അത്രയധികം സങ്കടങ്ങൾ വന്നേക്കാം. ഒരു വേദനയിൽ നിന്ന് കയറി പോന്നു കഴിഞ്ഞപ്പോഴത്തേന് അടുത്തത് ചാടുന്ന ഒരു തീച്ചുളയിലേക്കായിരിക്കാം. ഒരു വേദന തീരുമ്പം മറ്റൊന്ന് വന്നേക്കാം. ഈ തീ കെട്ടടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാൾ ആളിക്കത്തുന്ന തീജ്വാലകളായിരിക്കാം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അഗ്നിക്ക് മേൽ, പർവ്വതങ്ങൾക്ക് മേൽ, തിരമാലകൾക്ക് മേൽ പാദങ്ങൾ ഒന്നി നിൽക്കുന്ന കർത്താവിനെ മാത്രം നോക്കാൻ, അതാണ് നമുക്ക് വേണ്ടത്. ഐ ബിലീവ് ഈ പർവ്വതത്തെ അല്ല, ഈ തിരമാലകളെയല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെയല്ല, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളെയല്ല, എൻ്റെ ആത്മാവിനെ മോഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന പിശാചിനെയല്ല. ഞാൻ ആരെയും നോക്കുന്നില്ല. ആരെ നോക്കണം? ഈശോയുടെ മകൻ, ഈശോയുടെ മകൾ ആര് നോക്കണം? ഈശോയെ അറിയുക, സ്നേഹിക്കുക, ബന്ധം വളരുക, അവനിൽ നീ ഒന്നായിത്തീരുക. കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ അടുക്കാനും ഒക്കെ ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.